ഹായ്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ അവഗണിക്കുമ്പോൾ നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. അവർ തീർച്ചയായും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. അതിന് ആദ്യം അവർ നിങ്ങളെ അവഗണിക്കുകയാണോ അല്ലയോ എന്ന് തിരിച്ചറിയണം. എന്നും എപ്പോഴും വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം കുറച്ചധികം നേരം നിങ്ങളെ വിളിക്കാതിരുന്നാൽ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാതിരുന്നാൽ അത് അവഗണനയല്ല. അവർ എന്തെങ്കിലും സാഹചര്യ തിരക്കുകളിൽ പെട്ടുപോകുന്നതാണ്. ഒരു കാരണവുമില്ലാതെ ദിവസങ്ങളോളം അവർ കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുകയും നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മാറിക്കളയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മടുത്തു തുടങ്ങിയതിൻ്റെ ലക്ഷണമാണ്. ഇവിടെയാണ് ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത്. 1. ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷനോ സ്ത്രീയോ അവർ നിങ്ങളെ അവഗണിച്ച് മൈൻഡ് ചെയ്യാതെ ഇരിക്കുമ്പോഴേക്കും നിങ്ങൾ സങ്കടപ്പെട്ട് കരഞ്ഞ് കാല് പിടിക്കുന്ന തരത്തിൽ മെസ്സേജ് അയക്കാതിരിക്കുക. സങ്കടത്തിൻ്റെ സിമ്പൽ വരുന്ന സ്റ്റാറ്റസും സ്റ്റോറിയും വെക്കാതിരിക്കുക. കാരണം ഈ സ്റ്റാറ്റസും സ്റ്റോറിയും തീർച്ചയായും അവരും കാണുന്നുണ്ടാവും. അപ്പോൾ അവർ കരുതും, ഞാനില്ലാതെ ആയാൽ ഇവൾക്കൊന്നും ഒരു സന്തോഷവുമില്ല, അല്ലെങ്കിൽ ഇവനൊന്നും ഒരു സന്തോഷവുമില്ല, പാവം സങ്കടപ്പെട്ടു കഴിയുകയാണ്, ദുഃഖത്തിലാണ്, ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണൊക്കെ എന്ന് തോന്നിപ്പോകും. പകരം അവർ അവോയ്ഡ് ചെയ്താലും നിങ്ങൾ ഹാപ്പിയായി ഇരുന്ന് നോക്ക്. അവർ അത്ഭുതപ്പെടും. ഞാൻ ഇല്ലാത്തതൊന്നും ഇവർക്കൊരു പ്രശ്നവുമല്ലേ എന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങും. നിങ്ങൾ അവർക്ക് മുന്നിൽ ഒരു സീറോ ആകാതിരിക്കുക. 2. നിങ്ങൾ അവർക്ക് ആവശ്യത്തിലധികം അവൈലബിൾ അല്ലാതിരിക്കുക. ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും അവർക്ക് കിട്ടും എന്നൊരു തോന്നൽ അവരിൽ വളർത്താതിരിക്കുക. അവർ വിളിക്കുമ്പോഴൊക്കെ ചെയ്യുന്ന ജോലിയൊക്കെ അവിടെ ഇട്ട് ഫോൺ എടുക്കാനും സംസാരിക്കാനും നിന്നാൽ ഇവർക്കൊന്നും ഒരു പണിയില്ലേ, എപ്പോഴും എൻ്റെ വിളിക്കായി കാത്തിരിക്കുകയാണോ എന്നൊക്കെ കരുതി അവർ വല്ലാതെ അങ്ങ് ആൾ കളിക്കും. അവരുടെ ആ മാനസികാവസ്ഥ നിങ്ങൾ ഇല്ലാതാക്കണം. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാനുള്ള ഒരിടം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. 3. ഡിമാൻഡ് ആൻഡ് സപ്ലൈ. നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ഡോക്ടേഴ്സ്, അവർ രാവിലെ 10 മണി മുതൽ 12 മണി വരെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ ഭയങ്കര ആൾത്തിരക്ക് അനുഭവപ്പെടും. ആ സമയത്ത് ചെന്നാൽ മാത്രമേ അവരെ കാണാൻ കഴിയൂ, അല്ലാത്തപ്പോൾ ഡോക്ടറെ കിട്ടില്ല. അതുപോലെ നിങ്ങളുടെ സമയത്തിന് വേണ്ടി അവർ കാത്തിരിക്കണം. അവർക്ക് മുന്നിൽ നിങ്ങൾ കിട്ടാക്കനിയായിരിക്കുക. അവരുടെ തിരക്കൊക്കെ കഴിഞ്ഞ് വിളിക്കുമ്പോൾ എടുക്കുന്ന ഒരാളാകരുത്. പകരം നിങ്ങളുടെ ഒഴിവുകൾ നോക്കി നിങ്ങളുടെ സമയത്തിന് വില കൽപ്പിക്കുന്ന ഒരാളാക്കി അവരെ മാറ്റിയെടുക്കണം. ചുരുക്കി പറഞ്ഞാൽ പാത്രം കണ്ടു വിളമ്പുക. 4. സ്റ്റാർ ആകാതിരിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന ആളെ എല്ലാ തരത്തിലും നിങ്ങൾ തലയിൽ വെച്ച് കൊണ്ട് നടക്കുന്ന ഒരു രീതി ഒഴിവാക്കുക എന്ന് വെച്ചാൽ അവരില്ലാതെ നിങ്ങൾക്കൊന്നും പറ്റില്ല. ഒന്ന് എവിടെയെങ്കിലും പോകാനോ കാര്യങ്ങൾ ചെയ്യാനോ അവരെ കാത്തിരുന്ന് അവരുടെ ഒഴിവ് സമയം നോക്കി നിങ്ങളുടെ കാര്യങ്ങൾ ക്രമീകരിക്കാതിരിക്കുക. നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റുന്നതിനും പോകാൻ പറ്റുന്നിടത്തേക്കും തനിയെ ചെയ്യുക, തനിയെ പോവുക. അമിതമായി അവരെ ആശ്രയിക്കുന്നതും അമിതമായി അവർക്ക് പ്രാധാന്യം കൊടുക്കുന്നതും അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ അവഗണന വർദ്ധിപ്പിക്കുന്നതാക്കും. അവരില്ലെങ്കിലും നിങ്ങൾക്ക് പറ്റും എന്ന് കാണിച്ചു കൊടുക്കുക. അവർക്ക് മുന്നിലും നിങ്ങൾ സ്റ്റാർ ആകുക. പതിയെ അവർക്ക് മനസ്സിലാകും, ഞാനില്ലെങ്കിലും ഇവർക്ക് ജീവിക്കാൻ കഴിയുമെന്ന്. അവരെ നിങ്ങൾ സ്റ്റാറാക്കാതെ നിങ്ങൾ സ്റ്റാറായി കാണിക്കുക. നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ഇതൊന്ന് നിങ്ങൾ ഒരു 10-20 ദിവസം പരീക്ഷിച്ചു നോക്കൂ. തീർച്ചയായും അവർ നിങ്ങളിലേക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി തന്നെ തിരിച്ചു വരും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ പരിഗണിക്കുന്നവരെ നിങ്ങളും പരിഗണിക്കുക. നിങ്ങൾക്ക് റെസ്പെക്റ്റ് തരുന്നവർക്ക് നിങ്ങളും തിരിച്ചും റെസ്പെക്റ്റ് കൊടുക്കുക. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ തിരിച്ചും സ്നേഹിക്കുക. ബൈ മോട്ടിവേഷൻ മലയാളം.